നല്ല പുട്ട് പോലെ വേവുന്ന ചേനയും നേന്ത്രക്കായും കൊണ്ട് കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. കാളനടക്കം ഓണസദ്യക്ക് ഒത്തിരി കറികൾ ഉണ്ടാക്കേണ്ടതാ. നോൺ സ്റ്റിക്കിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം, അടിയിലും പിടിക്കത്തില്ല. അപ്പൊ വീഡിയോ കണ്ടല്ലോ. ഹായ്, അമല സ്വാഭാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളം വെക്കണ്ടേ? ഓണമൊക്കെ അല്ലേ. നിങ്ങൾ ചേനയും കായും കൂടെ കാളം വെച്ചിട്ടുണ്ടോ? ഞാൻ ദേ ഈ ചേനയുടെ ഒരു മുക്കാ ഭാഗവും ഒരു നേന്ത്രക്കായ എടുത്തിട്ടാണ് കേട്ടോ കാളം വെക്കാൻ പോകുന്നത്. ചേന നല്ല ചേനയാണ്, കളർ കണ്ടാ അറിയാം നമുക്ക്. നന്നായി വേവും, നല്ല നൂറുള്ള ചേനയാണ്, ഉടഞ്ഞു വേവൂട്ടോ, നല്ല പുട്ട് പോലെ വേവും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചേന വേണം നമുക്ക് കാളം വെക്കാം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഇനി ഈ നേന്ത്രക്കായുടെ തോലും കൂടെ കളഞ്ഞെടുത്ത് ചേനയും നന്നാക്കി രണ്ടും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പം ഞാനൊരു മീഡിയം സൈസുള്ള തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം മാത്രമാണ് കേട്ടോ. നമ്മൾ മോരുകറി വെക്കുകയാണെന്ന് വെച്ചാൽ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടും. ഇപ്പം കാളനായതുകൊണ്ട് നമുക്ക് ജീരകം മാത്രം മതി കേട്ടോ. ഇനി ഇടുന്നവർ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, കുരുമുളകും വെളുത്തുള്ളിയും. അപ്പോൾ ദേ നമ്മുടെ കായും ചേനയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് എടുക്കണം, ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ കാളൻ കുറുകി കിട്ടില്ല. കാളൻ പറയാൻ പറ്റില്ല, മോരുകറി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം നന്നായി കുറുകി കിട്ടിയ ആ ഒരു ഇതിനെയാണ് വിഭവത്തിനെയാണ് കാളൻ എന്ന് പറയുക. അപ്പം അതേപോലെ കിട്ടണം എന്ന് വെച്ചാൽ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം എൻ്റെ ഉള്ളത് തൈരല്ല, മോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങയിൽ മോര് ഒഴിച്ചിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ഈ മോര് ഒഴിക്കുന്ന ടൈമിലേ, അതായത് തൈരല്ലാണ്ട് മോരാണ് യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി. തേങ്ങ അരയ്ക്കുമ്പോൾ മോരൊഴിച്ച് തേങ്ങ നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. അതെ, തേങ്ങ അരയ്ക്കുമ്പോഴും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ലൂസായി പോവാതെ നോക്കുക. ഇനിയിപ്പോൾ ലൂസ് ആയാലും നമ്മൾ തിളച്ച് അതൊന്ന് കുറുക്കി വരണ വരെ വെയിറ്റ് ചെയ്താൽ മതി. വെള്ളം കുറവേ ഉള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് നേരം തിളയ്ക്കുമ്പോഴത്തേന് റെഡി ആയി കിട്ടുമല്ലോ. വേറെ ഒന്നുമല്ല, തിളയ്ക്കുമ്പോൾ കൈമയ്ക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വലിയ പാത്രത്തിൽ വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ കൈമയ്ക്കൊക്കെ ചെറുതായി ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളം കുറവാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഓണത്തിന് എല്ലാവരും കാളം വെച്ചല്ലോ അല്ലേ. എല്ലാവരും കാളം വെക്കാനൊക്കെ അറിയാം. എന്നാലും ചില ഭാഗങ്ങളിലെ കാളം വെക്കാൻ അറിയില്ല, അവർ മോര് കാച്ചത്തേ ഉള്ളൂ. അതുപോലെ ഇനി കാളം വെക്കുകയാണെങ്കിലും അവർക്ക് ഈ നമ്മളുടെ ഈ നാട്ടിലെ കാളൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. എപ്പോഴും വെള്ളം ഇച്ചിരി ലൂസായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് വെച്ചു കാളൻ. അപ്പോൾ ഓണത്തിനായിട്ട് വെക്കുന്നില്ല, കാരണം അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓണം ഇല്ല ഇപ്രാവശ്യം. ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമില്ല. അപ്പം ഞാൻ ദേ തിളച്ച് റെഡിയായി വന്നപ്പോൾ ഉപ്പിൻ്റെ ഒരിച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പുളിയില്ലെങ്കിൽ പുളിക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് ദേ കുറുക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെന്ന് വെച്ചാൽ അധികം അടിയിൽ പിടിക്കാൻ സാധ്യതയില്ല. നമ്മൾ മോരിൽ നെയ്യിൻ്റെ ഒക്കെ അംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ പാത്രത്തുമ്മിലൊന്നും പിടിക്കത്തില്ല. മൺചട്ടിയൊക്കെ ആണെന്ന് വെച്ചാൽ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി ഇത് പാകമാവുമ്പോൾ ദേ ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പം നമ്മളുടെ ദേ കാളൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇളക്കുമ്പോൾ അങ്ങനെ പോരുന്നില്ല, അത്രയും കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താൽ മാത്രമേ വരുള്ളൂ, ചെരിച്ചാലൊന്നും വരത്തില്ല. ഇപ്പോൾ കണ്ടോ, ഇളകുന്നില്ല അങ്ങനെ കാര്യമായിട്ടും. അപ്പോൾ പാകമായി കറക്റ്റ് ആവണമെന്ന് വെച്ചാൽ ചൂടും കൂടെ ആറണം. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇനി കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് 2 3 പൊട്ടിച്ചിടാം എരിവിനനുസരിച്ച്. അതിനോടൊപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ കാളനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. കായൊക്കെ പെട്ടെന്ന് വേവുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ചില ചേനകൾ വേവില്ല പെട്ടെന്ന്. അപ്പോൾ ആദ്യം ചേന ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കായിട്ടിട്ട് ഒരു വിസിലടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ദേ
ഞാൻ കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളൻ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് കായും ചേനയും വെച്ചിട്ട് കാളൻ വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കായ മാത്രം ഇടും, പിന്നെ ചേന മാത്രം ഇടും. അപ്പോൾ രണ്ടും കൂടി ഒന്ന് ഇട്ട് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ നല്ല കളറുള്ള ചേന മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും കേട്ടോ. അത് ചേന ഏകദേശം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അല്ലേ ചേന നല്ല ചേനയാണോ എന്ന്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എത്തി എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എല്ലാവർക്കും. പക്ഷേ എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ വെക്കേഷൻ ആകുമ്പോഴത്തേനും അച്ഛൻ വിളി തുടങ്ങും, വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. ഇപ്രാവശ്യം അച്ഛൻ്റെ ആ വിളിയില്ല, അതാണ് ഏറ്റവും വലിയ വിഷമം. അച്ഛനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല, അച്ഛനെ ഒത്തിരി മിസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഓണം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് താങ്ക് യു, ബൈ ബൈ.